Hi everyone, all of you welcome back to my channel RX Pharma Blog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡ്രഗ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിൻ്റെ എക്സാം ഡേറ്റ് 1/3/2017 നടന്നൊരു എക്സാമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ. കാര്യം സിലബസ് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ എക്സാമിന് DME DHSൽ വെച്ച സിലബസ് എന്ന് വെച്ചാൽ നമ്മുടെ പല സബ്ജക്റ്റുകൾ 2-3 സബ്ജക്റ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള സിലബസ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ആ രീതിയിലുള്ള സിലബസ് വെച്ച് തന്നെ ഇനിയുള്ള പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാം. എങ്കിൽ പോലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എക്സാംസിന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒരു 52ഓളം വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനും ഹെൽപ്ഫുള്ളാകുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ RX Pharma Blog എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ഒരു സബ്ജക്റ്റ് വൈസ് അങ്ങനെ എന്തായാലും ഞാൻ വേർതിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതും നോക്കിയിട്ട് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഫാർമസ്യൂട്ടിക്സിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും കഴിഞ്ഞ സിലബസിൽ ഒഴിവാക്കിയിട്ടുള്ള സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റും കണ്ടക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉള്ളതും ആവശ്യമുള്ളതുമായുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റാവുന്ന പോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കധികം ടൈം കളയുന്നില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് കടക്കാം. ഇത് പാർട്ട് ഫസ്റ്റാണ്. ഓക്കെ, 2 പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോക്സ്ഗ്ലോവ് എന്താണ്? ഡിജിറ്റാലിസ് ആണ്. ഫോക്സ്ഗ്ലോവ് ഈസ് ഡിജിറ്റാലിസ്. സിനോണിമാണ് ഡിജിറ്റാലിസിൻ്റെ ഫോക്സ്ഗ്ലോവ്. സെക്കൻഡ് വൺ, ലിക്യുറൈസ് ബിലോങ്ങിങ് ടു ദ ഫാമിലി. ലിക്യുറൈസ് ബിലോങ് ചെയ്യുന്ന ഫാമിലിയാണ് ലെഗുമിനോസിയ. ലിക്യുറൈസ് ബിലോങ്ങിങ് ടു ദ ഫാമിലി ലെഗുമിനോസിയ. തേർഡ് വൺ, സെലക്റ്റീവ് ആൽഫ ബ്ലോക്കർ. സെലക്റ്റീവ് ആൽഫ ബ്ലോക്കറാണ് പ്രാസോസിൻ. അപ്പോൾ ഞാനിവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല, ഞാൻ ആൻസേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആൻസേഴ്സ് മാത്രം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ബൈഹാർട്ടായിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബൈഹാർട്ടായിട്ട് തന്നെ മാക്സിമം പഠിച്ചു പോകാൻ പറ്റുമെങ്കിൽ പഠിച്ചു പോവുക. എന്നിട്ട് നമുക്ക് ടോപ്പിക്ക് വൈസ് നമ്മൾ സബ്ജക്റ്റ് വൈസ് എടുക്കുമ്പോഴേക്കും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും. കാര്യം ഞാനിത് ഓപ്ഷൻ വൈസ് ഫുള്ളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സിലബസിൽ നിന്ന് കുറേ പോർഷൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിനൊരു പരിചയം വരാനും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് നമുക്ക് അങ്ങനെയുള്ള ഡൗട്ടുള്ളതൊക്കെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, തേർഡ് വൺ, സെലക്റ്റീവ് ആൽഫ ബ്ലോക്കർ. സെലക്റ്റീവ് ആൽഫ ബ്ലോക്കറാണ് പ്രാസോസിൻ. അപ്പോൾ പ്രാസോസിൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലോർത്ത് വെക്കുക, അതൊരു ആൽഫ ബ്ലോക്കർ ഡ്രഗാണ്. ഓക്കെ, ഫോർത്ത് വൺ, സിനാറസിൻ ഈസ് യൂസ്ഡ്. സിനാറസിൻ യൂസ് ചെയ്യുന്നത് വെർട്ടിഗോയ്ക്കാണ്. ഫിഫ്ത്ത് വൺ, ഫെന്നൽ കൺസിസ്റ്റ് ഓഫ് ദ ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ്. ഫെന്നൽ കൺസിസ്റ്റ് ഓഫ് ദ ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് ഫോണിക്കുലം വൾഗറെ. ഫോണിക്കുലം വൾഗാറയാണ് ഫെന്നൽ. ഫെന്നൽ എന്ന് വെച്ചാൽ ജീരകം. അപ്പോൾ അതിൻ്റെ ബയോളജിക്കൽ സോഴ്സാണ്. കൺസിസ്റ്റ് ഓഫ് ദ ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് ഫോണിക്കുലം വൾഗാറെ. സിക്സ്ത് വൺ, സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റർ. സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റർ സെലികോക്സിബ്. സെവൻത്ത് വൺ, എ ഡ്രഗ് ഹാസ് ആൻറ്റി ത്രോംബോട്ടിക് എഫക്റ്റ്. ഒരു ആൻറ്റി ത്രോംബോട്ടിക് എഫക്റ്റുള്ള ഡ്രഗാണ് ആസ്പിരിൻ. എയ്ത്ത് വൺ, നോൺ പ്യൂരിൻ ക്സാന്തിൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ ഫെബിക്സോസ്റ്റാറ്റ്. നയൻത്ത് വൺ, ഒസിമം സാൻഡം ഈസ് കോൾഡ് സേക്രഡ് ബേസിൽ. 10th one, Asafoetida is an oleogum resin. Asafoetida is an oleogum resin. 11th one, leukotriene antagonist. Leukotriene antagonist ആണ് മോണ്ടിലുക്കാസ്റ്റ്. മോണ്ടിലുക്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു leukotriene antagonist ആണ്. 12th one, propyl thiouracil is used as anti-thyroid. Propyl thiouracil is used as anti-thyroid. Sildenafil act by inhibiting the enzyme phosphodiesterase 5. Sildenafil act by inhibiting the enzyme, which enzyme? Phosphodiesterase 5. 14. A selective estrogen receptor modulator. A selective estrogen receptor modulator is tamoxifen citrate.
15. Mifepristone is a antiprogestin. 16. An example of dipeptidyl peptidase 4 inhibitor. An example of dipeptidyl peptidase 4 inhibitor is stagliptin. 17. Pungency of ginger is due to gingerol. 18. Peripheral dopa decarboxylase inhibitor carbidopa. 19. Turmeric is the dried rhizome of Curcuma longa. 20. Bordeaux test is used to detect Sisamol. 21. An atypical antipsychotic. Atypical antipsychotic is aripiprazole. Aripiprazole is a atypical antipsychotic. 22. Fluoxetine is a selective serotonin reuptake inhibitor. Fluoxetine is a SSRI, selective serotonin reuptake inhibitor. 23. Orally effective pure opioid antagonist. Orally effective ആയിട്ടുള്ള pure opioid antagonist naltrexone, nalmefene. 24. Angiotensin antagonist losartan. 25. Dissociative anesthesia is caused by ketamine. 26. The schedule which mentions the list of substances that should be sold by retail only on prescription of registered medical practitioner, that is Schedule H. Drugs should be sold by retail on prescription of registered medical practitioner. Which schedule? Schedule H. ഇപ്പോൾ ഷെഡ്യൂൾസിൻ്റെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂൾസായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാത്തവർ ആ വീഡിയോസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഷെഡ്യൂൾസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഐക്കാർട്ടിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഷെഡ്യൂൾസിൻ്റെ ക്ലാസ് ഒന്ന് നോക്കുക കേട്ടോ. 27. ചെയർമാൻ ഓഫ് DTABയുടെ ചെയർമാൻ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്. 28. The purple colored complex formed during the limit test for iron. Purple colored complex formed during the limit test for iron, ferrous thioglycolate. ആണ് purple colored complex formed during limit test for iron. 29. Centrally acting muscle relaxant diazepam. സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻ്റ് ആണ് ഡയാസിപ്പം. ഇപ്പോൾ CNS ഡ്രഗ്സ് നമുക്കതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫാർമക്കോളജി വീഡിയോസൊക്കെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 30. ഡ്രഗ് യൂസ്ഡ് ഇൻ മെത്തനോൾ പോയ്സണിങ്. യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഫൊമീപ്പിസോൾ. 31. ഡ്രഗ് യൂസ്ഡ് ഇൻ ആബ്സെൻസ് സീഷേഴ്സ്. യൂസ് ചെയ്യുന്ന ഡ്രഗ് എത്തോസക്സിമൈഡ്. 32. Gutsit apparatus is used to carry out limit test for arsenic. 33. Specific benzodiazepine antagonist flumazenil. ആണ് flumazenil. 34. Chalmugra oil is antileprotic. 35. Urinary acidifier shows expectorant activity. Which urinary acidifier? Ammonium chloride. 36. Dragendorf test is used to detect alkaloids. 37. Hydrated magnesium silicate is talc. 38. Syngona is used as anti-malarial. 39. Reddish brown color of calamine is due to ferric oxide. 40. Lugol solution contains 5% weight per volume iodine, 10% weight per volume potassium iodide. Lugol solution contains 5% weight per volume iodine and 10% weight per volume potassium iodide. Okay. അപ്പോൾ നമുക്ക് ഇന്ന് ഞാനൊരു 40 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് വെച്ചാൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചാൽ മതി. ബാക്കി 20 ക്വസ്റ്റ്യൻസ് GK ആണ്, ജനറൽ നോളജ് ആണ്. അതിപ്പോൾ നമ്മുടെ ഫാർമസിസ്റ്റിന് ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ 80 ക്വസ്റ്റ്യൻസിൽ 40 ഇപ്പോൾ കവർ ചെയ്തു. അടുത്ത വീഡിയോയിൽ 40 കവർ ചെയ്യും. അപ്പോൾ ഞാനിത് ഇങ്ങനെ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ ഈ 40 ക്വസ്റ്റ്യൻസ് അഥവാ
ഇപ്പോൾ 2 പാർട്ടായിട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വറി ചെയ്യേണ്ട, ഞാൻ എന്തായാലും ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.